വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയുമായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ത്? ഇതിലൂടെ നാം സ്വന്തമാക്കേണ്ട മൂല്യങ്ങളും നേട്ടങ്ങളും എന്ത്? തീർച്ചയായും ചില ബോധങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വിഷയത്തിലേക്ക് കടന്നു ചെല്ലാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ബോധ്യങ്ങൾ ലഭിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ആത്മാവിന്റെ നിറ ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവവിജ്ഞാനങ്ങളുടെ ഉറവിടമായ ദൈവമേ, അങ്ങയുടെ ആരാധ്യമായ സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെയായിരിക്കുമ്പോൾ ആത്മാവിന്റെ കൃപകളാൽ ഞങ്ങളെ നൽകണമേ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിഷയത്തിന്റെ ആഴത്തിലേക്ക് കടന്നു ചിന്തിക്കാനും പ്രായോഗിക തീരുമാനമെടുക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: കുട്ടികളിലും മുതിർന്നവരിലുമുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉത്തമാംശത്തിന്റെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. അതെ, വിദ്യാർത്ഥികളുടെ ഉള്ളറകളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അനശ്വര മൂല്യങ്ങൾ കണ്ടെത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള പഠനവും പരിശീലനവുമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കുന്നത്. ക്രിസ്തു എന്ന മഹാഗുരുവിന്റെ പൂർണ്ണതയിലേക്ക് വളർന്നു വരുന്ന ശിഷ്യനെ കൈപിടിച്ചു നടത്തേണ്ട പരിശുദ്ധമായ ഇടങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളും വിദ്യാലയങ്ങളും. മാതാപിതാക്കളും അധ്യാപകരും ഇവർക്ക് വഴികാട്ടികളാകണം, മാതൃകയാകണം. പള്ളിക്കൂടങ്ങൾക്ക് വേണ്ടത് പള്ളിയുടെ വിശുദ്ധിയും വിശാലതയും വികാസവും വിശ്വാസവുമുള്ള പള്ളിക്കൂട്ടങ്ങളെയാണ്. പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കണമെന്ന് 1.5 നൂറ്റാണ്ട് മുമ്പ് പള്ളിമുടക്കിൻ കീഴിൽ കൽപ്പന കൊടുത്ത ചാവറയച്ചൻ ലക്ഷ്യം വെച്ചതും മറ്റൊന്നല്ല. പള്ളിയുടെ വിശുദ്ധിയും വിശാലതയും വികാസവും ആദ്യ നാടുകളിലെല്ലാം പള്ളിക്കൂടങ്ങളിൽ ഉണ്ടായിരുന്നു. സ്നേഹവും സാഹോദര്യവും പങ്കുവെക്കലും പഠനത്തോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്കോർക്കാം, ജാതിപ്പകുടുകുത്തി വളർന്ന ആ കാലഘട്ടത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കാറ്റിൽ പറത്തി സവർണനും അവർണനും പണക്കാരനും പാവപ്പെട്ടവരും പണ്ഡിതനും പാവരനും ഒന്നിച്ചിരുന്ന് പഠിക്കാനും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും അവകാശമുണ്ടെന്ന് വാദിക്കുകയും ക്രിയാത്മക നടപടി എടുക്കുകയും ചെയ്ത അദ്ദേഹം കേരളത്തിന്റെ നവോത്ഥാന നായകനായി. പ്രിയമുള്ളവരെ, ഈ ഒരു കാഴ്ചപ്പാട് ഇനിയും വളരേണ്ടിയിരിക്കുന്നു. പരിപാവനമായി കണ്ടിരുന്ന ഗുരുശിഷ്യ ബന്ധം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയല്ലേ? അധ്യാപകരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അനുസരിക്കാനും വിദ്യാർത്ഥികൾക്ക് കഴിയുന്നുണ്ടോ? രാഷ്ട്രീയ പാർട്ടികളുടെ കുട്ടിക്കരകളായി പല വിദ്യാലയങ്ങളും വിദ്യാർത്ഥികൾ മാറിയിട്ടില്ലേ? ലഹരി മാഫിയുടെ പിടിയിലായിട്ടുണ്ടോ നമ്മുടെ വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളും എന്ന് ചിന്തിക്കണം. പ്രേമത്തിന്റെ പേരിലുള്ള പേക്കൂത്തുകളും ഒളിച്ചോട്ടങ്ങളും നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നു. ഇത് വലിയ പ്രതിസന്ധിയാണ്. തീർച്ചയായും മൂലാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസത്തിന് ഗവൺമെന്റും വിദ്യാഭ്യാസ ഏജൻസികളും മാനേജ്മെന്റും സ്കൂൾ അധികൃതരും ഒന്നുചേർന്ന് കൈകോർക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും. അതെ, ചേർത്ത് പിടിക്കാം, ചേർന്നിൽക്കാം, കൈകോർക്കാം, നടന്നു നീങ്ങാം നമ്മുടെ ഗുരുവായ ഈശോയിലേക്ക്. അപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളും ദേവാലയങ്ങളാകും. പള്ളിക്കൂടങ്ങൾക്ക് വേണ്ടത് പള്ളിയുടെ വിശുദ്ധിയും വിശാലതയും വികാസവും വിശ്വാസവുമുള്ള പള്ളിക്കൂട്ടങ്ങളെയാണ് എന്നതിനെ കുറിച്ചുള്ള ചില ചിന്തകളാണ് ഇവിടെ പങ്കുവച്ചത്. ഇതേക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പല കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും പങ്കുവെക്കാനും ഉണ്ടെന്നറിയാം. ഇപ്പോൾ അതിനുള്ള അവസരമാണ്. എല്ലാവരെയും ആശയങ്ങളും ബോധ്യങ്ങളും പങ്കുവെക്കാനായി ശ്രമിക്കുന്നു. ലീഡർ വളരെ ഭംഗിയായി വിഷയത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് കടന്ന് വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിഷയത്തെ കുറിച്ച് എനിക്ക് തോന്നുന്ന ഒരു സംശയം, പള്ളിക്കൂടം എന്ന പേര് സ്കൂളുകൾക്ക് നൽകിയത് എന്തുകൊണ്ടാണ്? വിഷയ അവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വിദ്യ അഭ്യസിക്കാനുള്ള സ്വാതന്ത്ര്യവും അവസരവും ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമായിരുന്നു. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനോ പഠിക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഈ ദുരവസ്ഥ വിശുദ്ധനായ ചാവറയച്ചൻ മനസ്സിലാക്കി. ഇത് നമ്മുടെ സമുദായത്തിന് തന്നെ തകർച്ചയും കാരണമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം സുറിയാനി സഭയുടെ വികാരി ജനറലായപ്പോൾ പള്ളികൾക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് പള്ളിയുടെ കൂടെ സ്കൂളുകൾ സ്ഥാപിക്കണമെന്നും അല്ലെങ്കിൽ പള്ളിമുടക്ക് ഉണ്ടാകുമെന്നും. അതോടെ ഓരോ ഇടവകയിലും സ്കൂളുകൾ ഉണ്ടായി. പള്ളിയുടെ കൂടെ സ്കൂൾ ഉണ്ടായപ്പോൾ അത് പള്ളിക്കൂടമായി. തന്മൂലം സ്കൂൾ വിദ്യാഭ്യാസം എല്ലാവർക്കും സാധ്യമായി. അന്ന് അക്ഷരങ്ങളും അക്കങ്ങളും മാത്രമായിരുന്നില്ല കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും പങ്കുവെക്കാനും എല്ലാവരെയും കുട്ടികൾ കാണാനുമായിരുന്നു. ഞാൻ വായിച്ചു തോർക്കുന്ന സ്കൂളുകളിൽ യൂണിഫോമും ഉച്ചക്കഞ്ഞിയും ഒക്കെ ആരംഭിച്ചത് ചാവറയച്ചനാണെന്ന്. അത് സത്യമാണോ? അതെ, അതിൽ കാരണമുണ്ട്. സ്കൂളുകൾ നാട്ടിൽ ആരംഭിച്ചപ്പോൾ കുട്ടികളെ കിട്ടാനില്ലാതെയായി. അതിന് കാരണം
കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുവിടാൻ വീട്ടിലൊന്നുമില്ലായിരുന്നു. അതുപോലെ സമ്പന്നരായ കുട്ടികൾ നല്ല വസ്ത്രങ്ങൾ മാറി മാറി ധരിക്കുമ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് ബുദ്ധിമുട്ട്. ഇത് മനസ്സിലാക്കിയ ചാവറയച്ചൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിടിയേറി പിരിച്ച് ഉച്ചക്കഞ്ഞി നടപ്പാക്കി. അതുപോലെ എല്ലാവർക്കും ഒരേപോലെയുള്ള ഡ്രസ്സും നിർബന്ധമാക്കി. അങ്ങനെയാണ് യൂണിഫോം തുടങ്ങിയത്. അതെ, ഇവിടെ നമ്മൾ കാണുന്നത് ക്രൈസ്തവ മൂല്യങ്ങളുടെ പങ്കുവയ്ക്കലാണ്. പള്ളിയുടെ വിശുദ്ധി, വിശാലതയും വികാസവുമാണ്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ ഊന്നൽ കൊടുക്കണമെന്ന് പറയുമ്പോഴും വിദ്യാലയങ്ങളിൽ പലപ്പോഴും മൂല്യങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു. മത്സരബുദ്ധി, സ്വാർത്ഥത വർദ്ധിക്കുന്നു. മറ്റുള്ളവരുടെ ഇല്ലായ്മകളും വേദനകളും അറിയില്ല. തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ നന്മ ആഗ്രഹിക്കുന്നവർ നമ്മിൽ തന്നെ എത്ര പേരുണ്ട്? അതെ, എല്ലാം എനിക്ക് വേണം, എല്ലായിടത്തും ഞാൻ മുൻപിലെന്ന മനോഭാവം നമ്മളിൽ പലർക്കുമുണ്ട്. ഈശോ പഠിപ്പിച്ചതും കാണിച്ചതും എന്താണ്? ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് അവിടുന്ന് വന്നത്. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. അവിടുന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി നമുക്ക് മാതൃക നൽകിയതുപോലെ നമ്മളും വിനീതരായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ നിന്ന് എല്ലാ വിഭാഗീയ ചിന്താഗതികളും മാറണം. പണമുള്ളവർ, പഠിക്കാൻ കഴിവുള്ളവർ, കലാകായിക പരിപാടികളിൽ മുൻപിൽ നിൽക്കുന്നവർ എന്നിങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഇങ്ങനെയുള്ളവരെ നമ്മൾ അനുമോദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഈ വക കഴിവുകളൊന്നുമില്ലാത്തവരെ മാറ്റി നിർത്തി വേർതിരിവ് കാണിക്കുന്ന രീതി തീർച്ചയായും മാറ്റണം. അതെ, ഞാനും ഇതിനോട് യോജിക്കുന്നു. ബാഹ്യ കഴിവുകൾ ഇല്ലാത്തതിന്റെ പേരിൽ ആരും നമ്മുടെ സ്കൂളുകളിൽ വേദനിക്കാനിടയാകരുത്. സമത്വവും സാഹോദര്യവും നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. എത്ര മഹാന്മാരാണ് നന്മയുടെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിയും മനസ്സും ആത്മാവും വളരും, സമൂഹവും വളരും. നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നത് ഇതല്ലേ? വിശുദ്ധിയിലേക്കും നന്മയിലേക്കും ജനത്തെ വളർത്തുകയാണ്. പള്ളിക്കൂടങ്ങൾ പള്ളി പരിധിയിൽ പവിത്രമാണെന്ന് പലപ്പോഴും പലരും ഓർക്കുന്നില്ല. സ്കൂളിൽ വെച്ച് എന്ത് പറയാനും കാണിക്കാനും ഇന്നത്തെ തലമുറ മടിക്കാറില്ല. പരസ്പരം ശത്രുതയും വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ ഒരേ ക്ലാസ് മുറിയിൽ തന്നെ കാണാം. ഇന്ന് രാഷ്ട്രീയക്കാർ കയറിയിറങ്ങുന്ന വേദിയായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറുന്നത് വലിയ അപകടത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ കത്തോലിക്ക വിദ്യാലയങ്ങളിലെങ്കിലും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ വിദ്യാലയങ്ങളെ രക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാനാവും? ബോധവൽക്കരണ ക്ലാസ്, ധ്യാനം, കൗൺസിലിംഗ് തുടങ്ങിയവ ചില മാർഗങ്ങളാണ്. നല്ലൊരു വിദ്യാർത്ഥിയുടെ ലക്ഷണമായി പുരാണം പറയുന്നത് ശ്രദ്ധേയമാണ്. കാകദൃഷ്ടി, ഭഗത്യാനം, ശ്വാനിദ്ര, അല്പാഹാരി, സത്യാഗം. ഇത് അല്പം വിശദീകരിക്കാം. കാക്കയുടെ സ്ഥിരോത്സാഹവും കൊക്കിന്റെ ഏകാഗ്രതയും ഉറക്കത്തിൽ പോലും ജാഗ്രതയോടിരിക്കുന്ന നായയുടെ ശ്രദ്ധയും കുട്ടികൾക്ക് വേണം. ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുകയും ആഹ്ലാദ വിനോദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യണം. ചെറിയ ആഹ്ലാദങ്ങളോട് നോ പറയാൻ പഠിച്ചാൽ ജീവിതത്തിൽ പ്രലോഭനങ്ങളെ തരണം ചെയ്യാനാകും. അതുപോലെ ചില ഉപേക്ഷകളും വിദ്യാർത്ഥിക്ക് ആവശ്യമാണ്. നമ്മുടെ അലസതയും ഉദാസീനതയും സുഖാസക്തികളും ഒരു വിദ്യാർത്ഥി ഉപേക്ഷിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല വിദ്യാർത്ഥി ഓരോ ദിവസവും രൂപപ്പെട്ടുകൊണ്ടിരിക്കണം. മൈനസിൽ നിന്ന് പ്ലസിലേക്കും, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കും, ഇംപെർഫെക്ഷനിൽ നിന്ന് പെർഫെക്ഷനിലേക്കും വളരണം. KCSലെ മുദ്രാവാക്യം പ്രായോഗികമാക്കിയാൽ നമുക്കും നല്ല വിദ്യാർത്ഥികളാകാം. വിശ്വാസം, പഠനം, സേവനം. ദൈവത്തോടും തന്നോടും സഹോദരനോടുമുള്ള കടപ്പാടാണ് ഈ 3 വാക്കുകളിലുള്ളത് എന്ന് നമുക്കറിയാം. നമ്മുടെ ദേവാലയത്തിൽ ലഭിക്കുന്ന പരിശീലനം ഇത് തന്നെയാണ്. വിശ്വാസ ജീവിതത്തിലും സഭയോടും ദൈവത്തോടുമുള്ള ബന്ധത്തിലും അടുപ്പത്തിലും വളരുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലും വേദനകളിലും സഹായിക്കുവാൻ നമ്മൾ പഠിക്കണം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പ്രമാണങ്ങൾ പഠിപ്പിക്കണം. ഇതിന്റെ പരിശീലനം KCS വിവിധ രീതിയിൽ കൊടുക്കുന്നുണ്ടല്ലോ. വിദ്യാലയങ്ങളെ ആദരവോടെ കാണാനും അവിടെ വിശുദ്ധിയോടെയും നന്മയോടെയും ജീവിക്കാൻ തക്ക വിധം നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കാൻ ഇനിയും നാം എന്ത് ചെയ്യണം? പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതവും ഭാവിയും രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകം വിദ്യാലയമാണ്. നന്നായി പഠിക്കുന്നതിനും അധ്യാപകരോട് സ്നേഹ ബഹുമാനത്തോടെ ഇടപഴകുന്നതിനും സാധിക്കണം. അവർ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ നടത്തുന്ന നല്ല പരിപാടികളിലെല്ലാം നമ്മൾ പങ്കെടുക്കണം. പാവങ്ങളോടും ആവശ്യക്കാരോടും നമുക്ക് സ്നേഹവും പരിഗണനയും ഉണ്ടാകണം. അധ്യാപകരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അവരെ ഒരു തരത്തിലും നമ്മൾ വേദനിപ്പിക്കരുത്. മഹാത്മാഗാന്ധി ഓർമ്മിപ്പിക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ തക്കവിധം നമ്മുടെ ഹൃദയം വിശാലമാക്കണം.
കത്തോലിക്ക സഭ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണ്. ഒരു കുട്ടി സർവതോന്മുഖമായ പുരോഗതി തേടി സമഗ്ര വ്യക്തിത്വത്തിന് ഉടമയാകണം. 4 തരത്തിലുള്ള രൂപീകരണം: ഭൗതികം, ആത്മീയം, അച്ചപാനപരം, മാനവികം എന്നിവ ഒരു വിദ്യാർത്ഥിയിൽ സംഭവിക്കണം. ഒരു വ്യക്തിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേദിയൊരുക്കുകയാണ് വിദ്യാലയങ്ങൾ ചെയ്യുന്നത്. ഈശോയാകുന്ന ഒരു വലിയ ഗുരുവിനെ മാതൃകയാക്കി വിശുദ്ധമായ ഗുണമേന്മയുള്ള ഒരു ജീവിതം നയിക്കുന്നതിൽ ഗുരുജനങ്ങളും മാതാപിതാക്കളും സഹപാഠികളും ചേർന്ന് നടത്തുന്ന ഒരു വലിയ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അതെ, നമ്മൾ ആരും ഒറ്റപ്പെട്ട ദ്വീപല്ല, പരസ്പരം കൈകോർത്തു പോകേണ്ടവരാണെന്നുള്ള ബോധ്യത്തിലേക്ക് കുട്ടികൾ വളരണം. മതിലുകൾ പണിയുകയല്ല, പാലങ്ങൾ പണിയുകയാണ് വേണ്ടത്. നമുക്ക് വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭൗതികമായ ഒരു അറിവ് മാത്രം നേടുന്നതിലുപരി നന്മയും വിശുദ്ധിയുമുള്ള വ്യക്തി രൂപപ്പെടുത്തിയെടുക്കുന്നിടമാണ് വിദ്യാലയമെന്നും നമുക്ക് ബോധ്യമായി. ഇതിന്റെ വെളിച്ചത്തിൽ നമുക്കൊരു പ്രായോഗിക തീരുമാനമെടുക്കാം. അധ്യാപകരെ ബഹുമാനിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യാം. നന്മ ചെയ്യുകയും തിന്മയായിട്ടുള്ളത് ഉപേക്ഷിക്കുകയും ചെയ്യാം. വിദ്യാലയത്തിന്റെ സൽപ്പേര് ചേരാത്തതൊന്ന് പ്രവർത്തിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പള്ളിയുടെ വിശുദ്ധിയും വിശാലതയും വികാസവും ഉണ്ടാക്കുന്നതിനായി പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യാം. ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യാൻ ശ്രമിക്കാം. പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും ഉൾക്കൊള്ളുന്നു എന്നതാണ്. അതുപോലെ തന്നെ എല്ലാ വിഭാഗീയ ചിന്താഗതികളും മറന്ന് പരസ്പരം സ്നേഹിക്കുകയും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യാം. ഈ പറഞ്ഞതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യേണ്ടതുമാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് തീരുമാനിക്കാം. അവസാനം പറഞ്ഞത് തീരുമാനിക്കാം. എല്ലാ വിഭാഗീയ ചിന്തകളും മറക്കുകയും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസം ഹെഡ്മിസ്ട്രസ് ഒരു കാര്യം അസംബ്ലിയിൽ പറഞ്ഞു. ഒരു കുടുംബം മകനെ നഴ്സിംഗ് പഠനത്തിൽ ചേർക്കാൻ പോയ സമയത്ത് അപകടമുണ്ടായെന്നും ഒരാൾ മരിച്ചെന്നും ബാക്കിയുള്ളവർ വളരെ ഗുരുതരാവസ്ഥയിലാണെന്നും വിദഗ്ധ ചികിത്സയ്ക്ക് വളരെ പണം വേണമെന്നും പൊതുസമൂഹത്തിന്റെ സഹായം ചോദിച്ചിട്ടുണ്ടെന്നും. ഇക്കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. നമ്മുടെ സ്കൂളിൽ 1000-ഓളം കുട്ടികളുണ്ട്. നമ്മൾ മുന്നോട്ടിറങ്ങി ഒരു മാതൃക കൊടുത്താൽ നല്ലൊരു തുക കിട്ടും. പള്ളി ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നേർച്ച എടുക്കുമ്പോൾ നല്ലൊരു തുക കിട്ടാറുണ്ട്. നമുക്ക് ഈ വിവരം ടീച്ചേഴ്സിനോട് പറയാൻ വേണ്ട പോലെ ചെയ്യാം. എല്ലാവരുടെയും അഭിപ്രായം എന്താണ്? തീർച്ചയായും ഈ പറഞ്ഞ കാര്യത്തോട് ഞങ്ങൾ എല്ലാവരും യോജിക്കുന്നു. എങ്കിൽ ഇത് തന്നെ ഈ വർഷത്തെ പ്രായോഗിക തീരുമാനമായി തിരഞ്ഞെടുക്കാം. സ്നേഹമുള്ളവരെ, ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയുമായിരുന്നു. വിദ്യാലയത്തിന്റെ പവിത്രതയും പ്രാധാന്യവും എത്രമാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. വിദ്യാലയത്തിന്റെ പവിത്രതയ്ക്ക് ചേരാത്തതൊന്നും വിദ്യാലയത്തിൽ ഉണ്ടാകരുതെന്നും നന്മയും വിശുദ്ധിയുമുള്ള വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്നിടമാണ് വിദ്യാലയമെന്നും നമുക്ക് ബോധ്യമായി. സഭയുടെയും സമൂഹത്തിന്റെയും ഭാവി ഇന്നത്തെ വിദ്യാർത്ഥികളാണ് ചിന്തയോടെ നമുക്ക് ജീവിക്കാം, വളരാം. ചർച്ചയിൽ എല്ലാവരും സജീവമായി പങ്കെടുത്തതിന് നന്ദി. നമ്മളെടുത്ത പ്രായോഗിക തീരുമാനം നടപ്പിലാക്കാൻ നമുക്ക് ഒന്നിച്ചു നീങ്ങാം. എപ്പോഴും നമ്മെ താങ്ങുന്ന, നയിക്കുന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. നിന്നുടെ നന്മ വിളങ്ങിയിടുന്നു. ഇന്നു നീ കാരുണ്യമോടെ തന്ന നന്മകൾക്കായി നന്ദി ഏകിടുന്നു. ദൈവമേ, നീ തന്ന ദാനങ്ങളിൽ നിന്നുടെ നന്മ വിളങ്ങിയിടുന്നു. ഇന്നു നീ കാരുണ്യമോടെ തന്ന നന്മകൾ